ഫോർത്ത് മൊഡ്യൂളിലെ ഇമേജ് റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിലാണ് സെമിനാറുള്ളത്. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു 3 വെയിറ്റേജിൻ്റെ ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ഇമേജ് റീസ്റ്റോറേഷൻ ആൻഡ് ഡീഗ്രഡേഷൻ, പിന്നെ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിറ്റർമിനിസ്റ്റിക് ബ്ലർ, പിന്നെ മെൻഷൻ വെൻ റാൻഡം നോയ്സ് ക്യാൻ ബി കോസ്ഡ്. അതിൽ ഫസ്റ്റ് എന്താ പറയുന്നത്, ഇമേജ് റീസ്റ്റോറേഷൻ എന്താണെന്നാണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റീകൺസ്ട്രക്റ്റിംഗ് എ വേർഷൻ ഓഫ് ഒറിജിനൽ ഇമേജ് ഫ്രം എ ഡീഗ്രേഡഡ് ഒബ്സർവേഷൻ. പിന്നെ ഡീഗ്രഡേഷൻ ഈസ് ഈക്വൽസ് ഡിറ്റർമിനിസ്റ്റിക് ബ്ലർ പ്ലസ് റാൻഡം നോയ്സ് ആണ്. ഡീഗ്രഡേഷൻ ഒക്കെ ചെയ്യാനുള്ള കുറച്ച് റീസൺസ് ആണ് പറയുന്നത്. ഇംപ്രോപ്പർ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ഷട്ടർ, അറ്റ്മോസ്ഫറിക് ടർബുലൻസ്, പിന്നെ മിസ് ഫോക്കസ് ഓഫ് ലെൻസ്, റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ക്യാമറ ആൻഡ് ഒബ്ജക്റ്റ് വിച്ച് കോസ് മോഷൻ ബ്ലർ. പിന്നെ ഡിറ്റർമിനിസ്റ്റിക് ബ്ലർ എന്താണെന്ന് പറയുന്നത്, ഇറ്റ് ക്യാൻ ബി മോഡൽഡ് യൂസിങ് എ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. അത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് വെച്ച് മോഡൽ ചെയ്യാം. അത് പിന്നെ ബ്ലർ പലതരം ബ്ലറുണ്ട്. ഗോസ് ബ്ലർ, ഔട്ട് ഓഫ് ഫോക്കസ് ബ്ലർ, മോഷൻ ബ്ലർ, അങ്ങനെ കുറച്ച് ബ്ലർസ് ഉണ്ട്. അറ്റ്മോസ്ഫറിക് ടർബുലൻസ് ബ്ലർ. ഓക്കെ, അതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഗോസ് ബ്ലർ എന്താണെന്ന് നോക്കാം. ഗോസ് ബ്ലർ ഈസ് ഡിഫൈൻഡ് ബൈ ദ ഫോളോവിങ് പോയിന്റ് സ്പ്രെഡ് ഫംഗ്ഷൻ. അത് പറയുന്നത് എച്ച് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽസ് 1/σ റൂട്ട് ഓഫ് 2π e raised to minus x square plus y square by 2 sigma square. ഇതിൽ സിഗ്മ ഈസ് കോൾഡ് വേരിയൻസ് ഓഫ് ദി ബ്ലർ ആണ്. പിന്നെ ഗോസ് ബ്ലർ ഒക്കേഴ്സ് ഡ്യൂ ടു ദ ലോങ് ടൈം അറ്റ്മോസ്ഫറിക് എക്സ്പോഷർ. പിന്നെ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഔട്ട് ഓഫ് ഫോക്കസ് ബ്ലർ എന്താണെന്നാണ്. ദിസ് ബ്ലർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ defocused optical system. It distributes a single point uniformly over a disk surrounding the point. The point spread function of out of focus blur is given by h of xy is equals c എന്നിട്ട് 1 comma root of x minus cx whole square plus y minus cy whole square less than or equals r. പിന്നെ 0 otherwise. h of x y equals c 1 ആവണ കണ്ടീഷനാണ് പറയുന്നത്. റൂട്ട് ഓഫ് എക്സ് മൈനസ് സി എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് സി വൈ ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽസ് ആർ ആണെങ്കിൽ സി 1 ആയിരിക്കും, അതർവൈസ് 0 ആയിരിക്കും. പിന്നെ വേർ ആർ ഈസ് ദ റേഡിയസ് ആൻഡ് cx, cy is the center of the out of focus point spread function. The scaling factor c has to be chosen such as integral double integral h of xy dx by dy that is equals 1. പിന്നെ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് മോഷൻ ബ്ലറാണ്. മോഷൻ ബ്ലറിൽ പറയണത് വെലോസിറ്റി v, അത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ക്യാമറ ആൻഡ് സീൻ. അതിൽ ഫൈ ഈസ് ഈക്വൽസ് ആംഗിൾ ഓഫ് മോഷൻ ഇൻ റേഡിയൻസ് ആണ്. അതിൻ്റെ ഫംഗ്ഷൻ വരുന്നത് എച്ച് ഓഫ് എക്സ് കോമ വൈ കോമ എൽ കോമ ഫൈ ദാറ്റ് ഈസ് ഈക്വൽസ് 1/L ഇഫ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽസ് L/2 ആൻഡ് എക്സ് ബൈ വൈ ഈസ് ഈക്വൽസ് മൈനസ് ടാൻ ഫൈ ആൻഡ് 0 otherwise. അതിൽ L ഈസ് ഈക്വൽസ് റിലേറ്റീവ് വെലോസിറ്റി ഇൻറ്റു ടി എക്സ്പോഷർ എന്ന് വെച്ചാൽ ടൈം എക്സ്പോഷർ. പിന്നെ എക്സ്പോഷർ ഇൻ്റർവെൽ ഈസ് ഈക്വൽസ് 0 to t എക്സ്പോഷർ, ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to t എക്സ്പോഷർ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് അറ്റ്മോസ്ഫറിക് ടർബുലൻസ് ബ്ലറാണ്. അറ്റ്മോസ്ഫറിക് ടർബുലൻസ് ബ്ലറിൽ പറയണത് അറ്റ്മോസ്ഫറിക് ടർബുലൻസ് ഈസ് എ സിവിയർ ലിമിറ്റേഷൻ in remote sensing. Although the blur introduced by atmospheric turbulence depends on a variety of factors like temperature, wind speed, exposure time. For long time exposure, the point spread function can be described reasonably well by a Gaussian function.
അതിൻ്റെ ഫംഗ്ഷൻ പറയണത് എച്ച് ഓഫ് എക്സ് കോമ വൈ കോമ സിഗ്മ ജി എന്ന് പറയുന്നത് സിഗ്മ ഓഫ് ഗോസിയൻ ഫംഗ്ഷൻ്റെ ജി ആണ്. ദാറ്റ് ഈസ് ഈക്വൽസ് സി എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 2 സിഗ്മ ജി സ്ക്വയർ. അതിൽ ഹിയർ സിഗ്മ ജി ഡിറ്റർമൈൻസ് ദ amount of spread of blur and the constant c is to be chosen so that equation is satisfied. അടുത്തത് റാൻഡം നോയ്സ് ഒക്കർ ചെയ്യാനുള്ള റീസൺസ് ആണ്. ഇറ്റ് മേ ബി കോസ്ഡ് ഡ്യൂറിങ് ഇമേജ് ഫോർമേഷൻ പ്രോസസ്, പിന്നെ ട്രാൻസ്മിഷൻ പ്രോസസ് ഓർ ഡ്യൂറിങ് ബോത്ത് ഓഫ് ദ അബവ്. ഒന്നില്ലെങ്കിൽ ഇമേജ് ഫോർമേഷൻ പ്രോസസ്സിൽ റാൻഡം നോയ്സ് ഒക്കർ ചെയ്യാം, അതല്ലെങ്കിൽ ട്രാൻസ്മിഷൻ പ്രോസസ്സിൽ റാൻഡം നോയ്സ് ഒക്കർ ചെയ്യാം, അതല്ലെങ്കിൽ രണ്ട് പ്രോസസ്സിലും റാൻഡം നോയ്സ് ഒക്കർ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് അതൊരു 2 വെയിറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത് എക്സ്പ്ലെയിൻ ഇമേജ് റീസ്റ്റോറേഷൻ മോഡൽ ഓർ ഇമേജ് ഡീഗ്രഡേഷൻ മോഡൽ വിത്ത് നീഡ് ഡയഗ്രാം. അതിൽ ഇമേജ് റീസ്റ്റോറേഷൻ മോഡലിൻ്റെ ഡയഗ്രാം വരുന്നത് ഫസ്റ്റ് തന്നെ ഡീഗ്രഡേഷൻ പാർട്ടും പിന്നെ വരുന്നത് റീസ്റ്റോറേഷൻ പാർട്ടുമാണ്. ഡീഗ്രഡേഷൻ പാർട്ടിൽ ഒരു ഡീഗ്രഡേഷൻ ഫംഗ്ഷൻ എച്ച് ഉണ്ട്. അതിലേക്ക് ഇൻപുട്ടായിട്ട് വരുന്നത് എഫ് ഓഫ് എക്സ് വൈ ആണ്. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ അത് ഒറിജിനൽ ഇമേജ് ഡീഗ്രഡേഷൻ ഫംഗ്ഷൻ എച്ചിലേക്ക് ഇൻപുട്ടായിട്ട് വരും. എന്നിട്ട് അതിൽ നിന്നൊരു ഔട്ട്പുട്ട് വരുന്നത് ഡീഗ്രേഡഡ് ഇമേജ് ആണ്. അത് ജി ഓഫ് എക്സ് വൈ അതിലേക്ക് വരുമ്പോൾ ജി ഓഫ് എക്സ് വൈയിലേക്ക് വരുമ്പോൾ ഒരു എക്സ്റ്റേണൽ ആയിട്ടൊരു നോയ്സും കൂടെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് നോയ്സ് എൻ ഓഫ് എക്സ് വൈ. ഇത്രയും പോർഷനാണ് ഡീഗ്രഡേഷൻ്റെ പോർഷൻ. എന്നിട്ട് ആ ഡീഗ്രേഡഡ് ഇമേജ് ജി ഓഫ് എക്സ് വൈ റീസ്റ്റോറേഷൻ പാർട്ടിലെ റീസ്റ്റോറേഷൻ ഫിൽട്ടറിലേക്ക് ഇൻപുട്ടായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് വരുന്നത് എഫ് ക്യാപ്പ് ഓഫ് എക്സ് വൈ ആണ്. എഫ് ക്യാപ്പ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് റീസ്റ്റോർഡ് ഇമേജ് ആണ്. പിന്നെ അതിലെ കമ്പോണൻസ് ഒക്കെയാണ് പറയുന്നത്. എഫ് ഓഫ് എക്സ് വൈ ഈസ് ദ ഒറിജിനൽ ഇമേജ്, പിന്നെ എച്ച് ഈസ് ദ ഡീഗ്രേഡേഷൻ ഫംഗ്ഷൻ, പിന്നെ എൻ ഓഫ് എക്സ് വൈ ഈസ് അഡിറ്റീവ് നോയ്സ്, അത് എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന നോയ്സ് ആണ്. പിന്നെ ജി ഓഫ് എക്സ് വൈ ഈസ് ഡീഗ്രേഡഡ് ഇമേജ്, പിന്നെ എഫ് ക്യാപ്പ് ഓഫ് എക്സ് വൈ ഈസ് ദ റീസ്റ്റോർഡ് ഇമേജ്. പിന്നെ അടുത്തത് പറയുന്നത് റീസ്റ്റോറേഷൻ എററിൻ്റെ ഒരു ചെറിയൊരു ഇക്വേഷനാണ്. റീസ്റ്റോറേഷൻ എറർ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ മൈനസ് എഫ് ക്യാപ്പ് ഓഫ് എക്സ് വൈ, ദാറ്റ് ഷുഡ് ബി മിനിമൈസ്ഡ്. അടുത്തത് പറയുന്നത് വിത്ത് ദ ലിമിറ്റഡ് നോളജ് അബൌട്ട് എച്ച് ആൻഡ് നോയ്സ് ഓഫ് എക്സ് വൈ വി എസ്റ്റിമേറ്റ് എ ഗുഡ് അപ്രോക്സിമേഷൻ ഫോർ എഫ് ഓഫ് എക്സ് വൈ. പിന്നെ നമ്മൾ നോക്കുന്നത് ദ ഡീഗ്രേഡഡ് ഇമേജ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ജി ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽസ് എച്ച് ഓഫ് എക്സ് വൈ സ്റ്റാർ എഫ് ഓഫ് എക്സ് വൈ പ്ലസ് എൻ ഓഫ് എക്സ് വൈ. ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ ജി ഓഫ് യു കോമ വി ഈസ് ഈക്വൽസ് എച്ച് ഓഫ് യു കോമ വി ഇൻറ്റു എഫ് ഓഫ് യു കോമ വി പ്ലസ് എൻ ഓഫ് യു കോമ വി. In optics, h of xy is called the optical transfer function OTF, or it is also called as the point spread function. Okay, ഇത്രയാണ് ഇമേജ് റീസ്റ്റോറേഷൻ മോഡലിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ടത്. അതൊരു 2 വെയിറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരാം. നെക്സ്റ്റ് പറയണത് ഒരു 5 വെയിറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ഡിറ്റർമിനിസ്റ്റിക് ലീനിയർ ഇമേജ് റീസ്റ്റോറേഷൻ മെത്തേഡ്സ്. അതിൽ ഇമേജ് റീസ്റ്റോറേഷൻ മെത്തേഡ്, അത് ഡിറ്റർമിനിസ്റ്റിക് ലീനിയർ ഇമേജ് റീസ്റ്റോറേഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കണേ. ഡിറ്റർമിനിസ്റ്റിക് മെത്തേഡ് യൂസ് എ ഡീഗ്രഡേഷൻ മോഡൽ ഹാവിങ് ഡീഗ്രഡേഷൻ ഫംഗ്ഷൻ. Within that, the linear method uses a linear restoration model. Deterministic linear image restoration is classified into 2. അതിൽ ഫസ്റ്റ് പറയണത് അൺകൺസ്ട്രെയിൻഡ് റീസ്റ്റോറേഷനും സെക്കൻഡ് വൺ കൺസ്ട്രെയിൻഡ് റീസ്റ്റോറേഷൻ യൂസിങ് ലാഗ്രാഞ്ച് മൾട്ടിപ്ലയർ ലാംഡ. അതിൽ അൺകൺസ്ട്രെയിൻഡ് റീസ്റ്റോറേഷനിൽ 2 തരമുണ്ട്, ഇൻവേഴ്സ് ഫിൽറ്ററും സ്യൂഡോ ഇൻവേഴ്സ് ഫിൽറ്ററും. നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാൻ പോണത് അൺകൺസ്ട്രെയിൻഡ് റീസ്റ്റോറേഷനിലെ ഇൻവേഴ്സ് ഫിൽറ്ററിൻ്റെ ആണ്. ഹിയർ വി നോ ദാറ്റ് എക്സാക്ട് പോയിൻറ്റ് സ്പ്രെഡ് ഫംഗ്ഷൻ എച്ച് ഓഫ് എം ഫംഗ്ഷൻ എന്ന് പറയുന്നത് എച്ച് ഓഫ് എം എൻ ആണെന്ന് അറിയാം. അത് നേരത്തെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വി നെഗ്ലക്ട് ദ റാൻഡം നോയ്സ് എൻ, നമ്മൾ റാൻഡം നോയ്സ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും.
ബൈ ഡീഗ്രഡേഷൻ മോഡലിൻ്റെ ഇക്വേഷനും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ജി ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽസ് എച്ച് ഓഫ് എക്സ് വൈ സ്റ്റാർ എഫ് ഓഫ് എക്സ് വൈ പ്ലസ് എൻ ഓഫ് എക്സ് വൈ. അതിനൊരു സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ ഈ എക്സ് കോമ വൈ എന്നുള്ള ആ ഒരു പോർഷൻ കളഞ്ഞിട്ട് ജി ഈസ് ഈക്വൽസ് എച്ച് ഇൻറ്റു എഫ് പ്ലസ് എൻ ആക്കി എഴുതി. അതിന് ഇക്വേഷൻ 1 പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഇക്വേഷൻ 1 നിന്ന് നമുക്ക് നോയ്സിൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാം. അത് n ഈസ് ഈക്വൽസ് ജി മൈനസ് എച്ച് ഓഫ് എഫ് ആണ്. എന്നിട്ട് ഫോർ നെഗ്ലക്റ്റിംഗ് ദ നോയ്സ് വി നീഡ് ടു ഫൈൻഡ് ആൻ എഫ് ക്യാപ്പ് മിനിമൈസ് ടു നോയ്സ് ഫങ്ഷൻ. അതിന് നമ്മൾ നോം ഫങ്ഷൻ എന്നും പറയും, നോം ഫൈൻഡ് ചെയ്യാന്ന് പറയും. അത് നമ്മൾ ചെയ്യണത് ഡബിൾ ബാർ ഇട്ടിട്ടാണ്. താഴെ കാണാം ജെ ഓഫ് എഫ് ക്യാപ്പ് ഈസ് ഈക്വൽസ് ഡബിൾ ബാറിൻ്റെ ഉള്ളിൽ ജി മൈനസ് എച്ച് എഫ് ക്യാപ്പ് ഹോൾ സ്ക്വയർ. The operation is such that we are not giving any constraints for f cap during the minimization, hence the name unconstrained restoration. ഈ ഡബിൾ ബാറിൻ്റെ ഉള്ളിൽ ജി മൈനസ് എച്ച് എഫ് ക്യാപ്പ് ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇതാണ് ജി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എഫ് ക്യാപ്പ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ജി എച്ച് എഫ് ക്യാപ്പ്. അത് ഇക്വേഷൻ 4 ആയിട്ട് നമ്മൾ എഴുതാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാം. ഇക്വേഷൻ 4 ആയിട്ട് എഴുതിയിട്ട് നെക്സ്റ്റ് പറയണത് ടേക്ക് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ജെ എഫ് ക്യാപ്പ്. ഈ ജെ എഫ് ക്യാപ്പ് നമ്മൾ ഫൈൻഡ് ചെയ്തതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക ആൻഡ് ഇക്വേറ്റ് ടു 0 ആൻഡ് സോൾവ് ഫോർ എഫ് ക്യാപ്പ്. എന്നിട്ട് അതിനെ എഫ് ക്യാപ്പ് കിട്ടാൻ വേണ്ടി സോൾവ് ചെയ്യുക. അത് ഡോ ബൈ ജെ എഫ് ക്യാപ്പ് divided by df d by jf cap divided by df is equals 0 plus 2h square f cap minus 2gh, that is equals minus 2h raised to t into g minus h into f cap. and നമ്മൾ അതിൽ നിന്ന് f cap ഫൈൻഡ് ചെയ്യണം. f cap is equals h raised to t into h whole raised to minus 1 h raised to t into g, that is equals h raised to minus 1 into g. അത് ഇക്വേഷൻ 6 ആയിട്ട് എഴുതാം. ടേക്കിംഗ് ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ ഓൺ ഇക്വേഷൻ 6. ഇക്വേഷൻ 6ൽ ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ എഫ് ക്യാപ്പ് ഓഫ് കെ കോമ എൽ ഈസ് ഈക്വൽസ് ജി ഇൻറ്റു കെ കോമ എൽ ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു കെ കോമ എൽ. അതിൽ ടേക്കിംഗ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ ഓൺ ഇക്വേഷൻ 7. ഇപ്പോൾ നേരത്തെ കിട്ടിയ ഇക്വേഷൻ 7 എഴുതിയിട്ട് ആ ഇക്വേഷനിൽ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാണ്. അപ്പോൾ എഫ് ക്യാപ്പ് ഓഫ് എം കോമ എൻ ഈസ് ഈക്വൽസ് എസ് റേസ് ടു മൈനസ് 1 എസ് ഇൻവേഴ്സ് ഓഫ് എഫ് ക്യാപ്പ് ഓഫ് കെ കോമ എൽ, ദാറ്റ് ഈസ് ഈക്വൽസ് എസ് ഇൻവേഴ്സ് ഓഫ് ജി k comma l divided by g of k comma l divided by h of k comma l. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോണത് ഇൻവേഴ്സ് ഫിൽറ്ററിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. അതിൽ ഫസ്റ്റ് പറയണത് നോട്ട് പോസിബിൾ ടു ഒബ്റ്റെയിൻ ദ ഇൻവേഴ്സ്. ഒരു ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ടു എക്സിസ്റ്റ് the inverse the H matrix should be non singular. H matrix non singular ആയാൽ മാത്രമേ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് നോയ്സ് വിൽ ഡീഗ്രേഡ് ദ പെർഫോമൻസ് ഓഫ് ഇൻവേഴ്സ് ഫിൽറ്റർ. ഇൻവേഴ്സ് ഫിൽറ്ററിൻ്റെ പെർഫോമൻസ് ഡീഗ്രേഡ് ചെയ്യാൻ നോയ്സ് ഡീഗ്രേഡ് ചെയ്യും ഇൻവേഴ്സ് ഫിൽറ്ററിൻ്റെ പെർഫോമൻസ്. അടുത്തത് ഇറ്റ് ഹാസ് ടെൻഡൻസി ടു ആംപ്ലിഫൈ ദ നോയ്സ്. ഈ ഫിൽറ്ററിന് നോയ്സിനെ ആംപ്ലിഫൈ ചെയ്യാനുള്ളൊരു ടെൻഡൻസിയും കൂടെ ഉണ്ട്. പിന്നെ അടുത്തത് നമ്മൾ അൺകൺസ്ട്രെയിൻഡ് റീസ്റ്റോറേഷനിലെ സെക്കൻഡ് വൺ ആയിട്ടുള്ള സ്യൂഡോ ഇൻവേഴ്സ് ഫിൽറ്ററിൻ്റെ ആണ് നോക്കുന്നത്. When the H matrix is not invertible, we go for a pseudo inverse filter. മറ്റേ ആദ്യം പറഞ്ഞ ഇൻവേഴ്സ് ഫിൽറ്ററിൽ എച്ച് മെട്രിക്സ് ഇൻവേർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്യൂഡോ ഇൻവേഴ്സ് ഫിൽറ്ററിന് അപ്രോച്ച് ചെയ്യും. അതിൽ വി നോ ദാറ്റ് ദ ഇൻവേഴ്സ് ഫിൽറ്റർ ഈസ് ഗിവൺ ആസ് എഫ് ക്യാപ്പ് ഓഫ് കെ കോമ എൽ ഈസ് ഈക്വൽസ് ജി ഓഫ് കെ കോമ എൽ ബൈ എച്ച് ഓഫ് കെ കോമ എൽ. അതിനെ നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുകയാണ്.
where h of k comma l represent the point spread function and it is mostly as LPF. That is h of k comma l tends to 0 at higher frequencies, so the inverse filtering become a multiplication with infinity. അത് പറയുന്നത് ഡിനോമിനേറ്റർ ഓഫ് ഇക്വേഷൻ 1 ബിക്കം 0. അപ്പോൾ അതൊരു ഇൻഫിനിറ്റി എന്നുള്ളൊരു കണ്ടീഷനിലേക്കാണ് പോവുക. ദെൻ ദ നോയ്സ് ഗെറ്റ് ആംപ്ലിഫൈഡ് വിഗറസ്ലി. അങ്ങനെയാണെങ്കിൽ നോയ്സ് പെട്ടെന്ന് തന്നെ ആംപ്ലിഫൈ ചെയ്യും, ഭയങ്കര സ്പീഡായിട്ട് വിഗറസ് ആയിട്ട് ആംപ്ലിഫൈ ചെയ്യും. ടു അവോയ്ഡ് ദിസ് വി യൂസ് സ്യൂഡോ ഇൻവേഴ്സ് ഫിൽറ്ററിങ് ദാറ്റ് ഈസ് ഗിവൺ ആസ് 1/h ഈസ് ഈക്വൽസ് 1/h if h greater than epsilon and epsilon if h less than or equals epsilon. Popular selection of the epsilon will give good restoration. Proper selection of epsilon will give the good restoration. പിന്നെ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അത് പറയുന്നത് കൺസ്ട്രെയിൻഡ് റീസ്റ്റോറേഷൻ വിത്ത് ലാഗ്രാഞ്ച് മൾട്ടിപ്ലയർ. കൺസ്ട്രെയിൻഡ് റീസ്റ്റോറേഷൻ വിത്ത് ലാഗ്രാഞ്ച് മൾട്ടിപ്ലയർ, അതല്ലെങ്കിൽ അതിനെ കൺസ്ട്രെയിൻഡ് ലീസ്റ്റ് സ്ക്വയർ ഫിൽട്ടർ എന്നും പറയും. അതിൽ ഫസ്റ്റ് പറയുന്നത് ദ ലോസ്റ്റ് ഇൻഫർമേഷൻ ഇൻ ദ ഡീഗ്രേഡഡ് ഇമേജ് ക്യാൻ ബി മിറ്റിഗേറ്റഡ് ബൈ കൺസ്ട്രെയിനിങ് ദ റീസ്റ്റോറേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീഗ്രേഡഡ് ഇമേജിലെ ലോസ്റ്റ് ഇൻഫർമേഷൻസ് ലോസ്റ്റ് ആവണത് കൺസ്ട്രെയിനിങ് റീസ്റ്റോറേഷൻ വഴി കുറക്കാൻ പറ്റും. അതിൽ പറയണത് കൺസ്ട്രെയിൻസ് ആഡ് ഇൻഫർമേഷൻ ടു ദ പ്രോസസ്. Constraints can have additional information about the original scene so that restoration become more faithful. Then constrained restoration is the process of obtaining a meaningful restoration by biasing the solution towards the minimizer of some specified constraints function. അടുത്തത് constraint least square filter. It is a regularization technique which add the large multiplier lambda to control the balance between noise artifact and the consistency with the observed data. A constrained least square filter equation that is given as f cap of k comma l is equals h star of k comma l divided by square of absolute value of h of k comma l plus lambda into square of absolute value of p of k comma l whole divided by g of k comma l, where p of k comma l is the Laplacian filter and has larger amplitude at high frequencies where the noise will dominates, which reduce noise at high frequencies. Proper choice of p of k comma l and lambda will reduce noise by minimizing higher order derivatives. നെക്സ്റ്റ് വൺ ഒരു 588 ക്വസ്റ്റ്യൻ ആണ്. അതിൽ ക്വസ്റ്റ്യൻ വരുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ മിനിമം മീൻ സ്ക്വയർ എറർ MMSE ഫിൽറ്ററിങ് ഓർ വെയ്നർ ഫിൽറ്ററിങ്. അതിൽ ഫസ്റ്റ് പറയണത് ഇൻവേഴ്സ് ഫിൽറ്റർ ഹാസ് ടു മെയിൻ ഡ്രോബാക്സ്. At higher frequencies the noise start dominating and it assumes the noise to be minimum. Okay. To counteract these problems we use Wiener filter, which includes both the degradation function h and the statistical characteristics of noise n. Introduced by N. Wiener in 1942. The objective is to minimize the MSE, that is E square is equals capital E of f minus f cap whole square, where E is the expectation or mean. Assumptions പറയുന്നത് image and noise are uncorrelated. One or other has zero mean. Intensity level is the estimated image f cap. Intensity level in the estimated image f cap are a linear function of intensities in degraded image G. പിന്നെ പറയുന്നത് in frequency domain Wiener filter or MMSE filter or LSE least square error filter, it can be given as f cap of u comma v is equals
H star of u comma v into SF of u comma v whole divided by SF of u comma v and the square of absolute value of h of u comma v plus Sn of u comma v and whole multiplied by g of u comma v, and that is equals h star of u comma v whole divided by square of absolute value of h of u comma v plus Sn of u comma v divided by Sf of u comma v whole multiplied by g of u comma v, and that is equals 1 by h of u comma v and 1 by h of u comma v into h of into square of absolute value of h of u comma v divided by square of absolute value of h of u comma v plus Sn of u comma v divided by Sf of u comma v, that and whole in multiplied by g of u comma v. എന്നിട്ട് അതിൽ ഓരോന്നും എന്താണെന്ന് പറയണേ. എച്ച് ഓഫ് യു കോമ വി എന്ന് പറയണത് ഡീഗ്രഡേഷൻ ഫംഗ്ഷൻ, എച്ച് സ്റ്റാർ ഓഫ് യു കോമ വി എന്ന് പറയണത് കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് എച്ച് ഓഫ് യു കോമ വി, പിന്നെ absolute square of h of u comma v എന്ന് പറയുന്നത് h star of u comma v into h of u comma v, പിന്നെ Sn of u comma v എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ആബ്സലൂട്ട് വാല്യൂ ഓഫ് n of u comma v എന്ന് പറയുന്നത് പവർ സ്പെക്ട്രം ഓഫ് നോയ്സ്, പിന്നെ Sf of u comma v എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ആബ്സലൂട്ട് വാല്യൂ ഓഫ് f of u comma v, അത് പറയുന്നത് പവർ സ്പെക്ട്രം ഓഫ് undegraded image. In frequency domain the signal to noise ratio is given by SNR is equals sigma u is equals 0 to m minus 1 into sigma v is equals 0 to n minus 1 into square of absolute value of f of u comma v whole divided by sigma u is equals 0 to m minus 1 into sigma v is equals 0 to n minus 1 into square of absolute value of n into absolute value of n of u comma v. അത് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുക. in spatial domain signal power will be 1 by mn into sigma means summation sigma x equals 0 to m minus 1 into sigma y is equals 0 to n minus 1 f cap of x comma y whole square, and noise power is given as MSE will be the noise power, and MSE is equals 1 by mn sigma, that is 1 by mn sigma x equals 0 m minus 1 into sigma y is equals 0 n minus 1 into and അതിൽ f of xy minus f cap of xy whole square. Now in spatial domain the signal to noise ratio is given by SNR is equals SNR is equals sigma x equals 0 to m minus 1 into sigma y is equals 0 n minus 1 into f cap of m minus 1 into f cap of x comma y whole square divided by, that is divided by sigma x equals 0 to m minus 1 into sigma x equals 0 to n minus 1 into f of xy minus f cap of xy whole square. When the noise is WGN, then the spectrum square of absolute value n of u comma v become a constant. Then the Wiener filter can be given as f cap of u comma v is equals 1 by h of u comma v minus ഇല്ല അവിടെ square of absolute value of h of u comma v divided by square of absolute value of h of u comma v plus k and whole multiplied by g of u comma v. From equation 1 the SNR is improved when the noise variance is decreased. Low noise variance can yield excellent result.
പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് പറയണത് എക്സലൻറ്റ് നോയ്സ് റിമൂവൽ അറ്റ് ഓൾ ഫ്രീക്വൻസീസ്. സെക്കൻഡ് വൺ പറയണത് വിത്ത് ലോവർ ഓർഡർ ഓഫ് നോയ്സ് വേരിയൻസ് ദ എസ്റ്റിമേറ്റ് വിൽ ബി വെരി ക്ലോസ് ടു ഒറിജിനൽ ആൻഡ് സിൻസ് ഇറ്റ് ഈസ് ആൻ അൺകൺസ്ട്രെയിൻഡ് വൺ ഇറ്റ് ഈസ് സിമ്പിൾ.